ലോട്ടസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്യുക, അതിനെ സ്ക്വയറാക്കണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തു. ഇനി ഇതിനെ സ്ക്വയറാക്കുകയാണ്. ഇതേപോലെ സ്ക്വയറാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഒരു പേപ്പർ കിട്ടി, അടുത്ത ഷീറ്റ് ഇതേപോലെ ഒരു ഷീറ്റ്, ഇനി മൂന്നാമതൊരു ഷീറ്റും കൂടെ വേണം. അത് നമ്മൾ സ്ക്വയറാക്കണം. സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്യണം. 3 ഷീറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ വേണ്ട, 3 ഷീറ്റ് പേപ്പർ മതി. ഇനി നമ്മൾ ഇതേപോലെ മടക്കി എടുക്കണം. മടക്കി എടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ മടക്കുക. വീണ്ടും മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം നാലാമതായിട്ട് ഒന്നുകൂടെ മടക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്കിനി അത് ഒരു പെൻസിൽ വെച്ച് അടയാളം കൊടുക്കുക. ഒരു ഇതളിൻ്റെ അടയാളം കൊടുക്കണം. ഒരു ലോട്ടസിൻ്റെ ഇതളിൻ്റെ ഒരു അടയാളം കൊടുക്കണം. ഒരു പേന വെച്ചായാലും കുഴപ്പമില്ല. ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളിവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് അല്പം കോർപ്പിച്ച് ഇവിടെ കൊണ്ട് വരയ്ക്കുക. ഇതേപോലെ ഇത് കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ള സിസറാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ കത്രികയൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ വലിയ കത്രിക തന്നെ വേണം. ഇതേപോലെ കിട്ടും. അതേപോലെ ഈ 3 എണ്ണവും നമ്മൾ ഇതേപോലെ ഇതളാക്കി എടുക്കണം. രണ്ടാമത്തെ മടക്ക്, മൂന്നാമത്തെ മടക്ക്, ഇനി നാലാമത്തെ മടക്ക്. വീണ്ടും അടയാളപ്പെടുത്തുക. അറ്റം വരെ പോകണ്ട, ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുക. അപ്പോൾ ബാക്കി അങ്ങ് അല്പം വര വീഴുന്നാൽ ബാക്കി അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇതേപോലെ കട്ട് ചെയ്യുക. ഇനി അടുത്തതും ഒന്നുകൂടെ കട്ട് ചെയ്യണം. ഇതേപോലെ മടക്കി എടുത്തിട്ട് 3, 4, 5 മടക്കുകയാണ്. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുകയാണ്. ഈ പേപ്പർ ഒത്തിരി കട്ടിയുള്ളതുകൊണ്ടാണ് ഈ കത്രിക ഞാൻ ഉപയോഗിച്ചത്. കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ നമുക്ക് ചെറിയ കത്രിക ഉപയോഗിച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇതളുകൾ കിട്ടി. 1, 2, 3, 4, 5, 6, 7, 8 ഇതളുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ അകത്തോട്ടൊന്ന് മടക്കുകയാണ്. വീണ്ടും ഇതേപോലെ മടക്കി വയ്ക്കുക. കുറേ കളർ പേപ്പർ വാങ്ങി വച്ചിരുന്നാൽ ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. കുറേ കളർ പേപ്പർ വാങ്ങിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും.
അത് ലോട്ടസിൻ്റെ ഫ്ലവറാണ്, അംബുജം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇതേപോലത്തെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ. ഒരു ഇതളായി, ഒരു ലെയറായി. ഇനി അടുത്ത ഫ്ലവറിൻ്റെ ലെയർ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ മടക്കി മടക്കി എടുത്താൽ മതി. ഇതേപോലെ അകത്തോട്ട് മടക്കിയെടുക്കണം. എല്ലാ ഇതളും ഇതേപോലെ അകത്തോട്ട് മടക്കിയെടുക്കണം. ഇതേപോലെ അകത്തോട്ട് മടക്കിയെടുക്കുക. അറ്റം കോർത്ത് തന്നെ ഇരിക്കണം. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. എല്ലാ ഇതളും ഒരേപോലെ ഇരിക്കുന്നതാണില്ല. അപ്പോൾ നമ്മൾ അതേപോലെ മടക്കിയെടുത്താൽ അത് നേരെയായിട്ട് ഇരിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ ഇതൾ കൂടെ എടുക്കുകയാണ്. എല്ലാം ഒരേ സൈസിനുള്ള പൂക്കളാണ്. ചിലതാണ് മുകളിലോട്ട് മടങ്ങിയിരിക്കും. നമ്മൾ അതും കൂടെ അകത്തോട്ട് മടക്കി കൊടുക്കേണ്ടതാണ്. ഇതേപോലെ വീണ്ടും ഇതേപോലെ മടക്കണം. മടക്കി തേച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും എല്ലാ ഇതളും ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പശ വെച്ച് ഒട്ടിക്കണം. പിന്നെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ വെച്ച് ഓരോന്നിൻ്റെയും ഇതളിൻ്റെ അകത്ത് ഇത് ഒട്ടിക്കാം. ഇത് ഈ സൈഡ് ഇവിടെ ഈ ഭാഗത്തായിട്ട് വരണം ഒട്ടിക്കുമ്പോൾ. വീണ്ടും ഈ സൈഡ് ഒട്ടിക്കണം. മാറി മാറി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചേർന്ന് പോകും. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി വരുന്ന രീതിയിൽ ഒട്ടിക്കുക. അത് അല്പം ഒന്ന് ഉണങ്ങിട്ട് നമുക്കിതിൻ്റെ മുകളിലുള്ള പൂമ്പൊടിയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ പൂമ്പൊടിയുടെ ഭാഗത്തിന് അതിനായി ഞാനൊരു മഞ്ഞ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഭാഗം മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതേപോലെ കട്ട് ചെയ്യണം. ചെറിയ ഭാഗം മതി കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കണം. ഇതേപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഭാഗം കുറച്ച് ഇതുവരെ കട്ട് ചെയ്യാവൂ, മുഴുവനും കട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്ത് വെക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് അറ്റം വരെ എത്തണം. മുറിഞ്ഞു പോകാൻ പാടില്ല. കട്ട് ചെയ്ത് യെല്ലോ കളർ പേപ്പർ തന്നെ എടുക്കണം. എങ്കിലേ നമുക്ക് പൂമ്പൊടിയെ പോലെ ലോട്ടസിനുള്ളിൽ ഇതേപോലെ ഒരു ഭാഗമുണ്ട്, പൂമ്പൊടിയൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട്.
ഇതിങ്ങനെ നമ്മൾ ചുരുട്ടിയെടുക്കണം. വേണമെങ്കിൽ അല്പം പശ ആദ്യമേ അല്പം പശ ഇവിടെ ചേർക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം. ഒരുപാട് ഇറുക്കി മടക്കണമെന്നില്ല, അല്പം ലൂസായിട്ട് മടക്കിയാലും കുഴപ്പമില്ല. തീരെ വലുതാവാനും പാടില്ല, തീരെ ചെറുതാവാനും പാടില്ല. അപ്പോൾ ഈ രീതിക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് നമുക്കിവിടെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഇവിടെ തന്നെ കുറച്ച് ഗം വെച്ചിട്ട് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് വിടർത്തി കൊടുത്താൽ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത് ഒന്ന് വിടർന്ന് വരും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് കാണും. ഇനി നമുക്കത് അല്പം ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം. ഇനി വേണ്ടത് ലോട്ടസിൻ്റെ ലീഫാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ദൂരം കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ദൂരം ഈ ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് ഇത്രയും ദൂരം ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അളവിൽ നമുക്ക് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് റൗണ്ടായിട്ട് തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ചുറ്റി 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 കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോക്കൂ, സൈഡൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കണം. ഇവിടെ അല്പം ഒന്ന് വളഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ നമുക്കതിൻ്റെ താമരയിലയുടെ ഒരു ഫേസ് ആക്കി എടുക്കണം. നമുക്ക് ഈ താമരയിലയിൽ ഈ ലോട്ടസിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ലോട്ടസിൻ്റെ ലീഫിൽ ഈ ലോട്ടസിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതേപോലെയുള്ളൊരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്.